ഇലക്ഷന് റിസൾട്ട് വരുന്നതിന് മുമ്പേ UDF തരംഗമാണെന്ന് കേരളത്തിൽ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഒരു റീസൺ UDF തരംഗത്തിന്? UDF തരംഗമാണ് എന്ന് UDFുകാരാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ LDF ആണെങ്കിൽ തങ്ങൾ മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. UDF ഇത്രത്തോളം അവർ തന്നെയാണ് അടുത്ത അധികാരത്തിൽ വരാൻ പോകുന്നത്, ഭരണമാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതിന് അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ 5 കൊല്ലം കൂടുന്തോറും മാറി മാറി ഭരിക്കുന്നൊരു അവസ്ഥയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ തവണയാണ് മാറുന്നത്. പിണറായി വിജയൻ സഖാവിൻ്റെ ഒരു തേർവാഴ്ചയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി വീണ്ടും കാണാൻ പോകുന്നതും അതായിരിക്കുമെന്ന് തന്നെയാണ് സഖാക്കൾ പറയുന്നത്. പിണറായി 3.0 എന്ത് തന്നെയാണെങ്കിലും റിസൾട്ട് മെയ് 4 വരും. മെയ് 4 അറിയാം ആരാണ് വിജയിക്കാൻ പോകുന്നത്, ആരാണ് തോൽക്കാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങളാണ് വിധി എഴുതുന്നത്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ. എപ്പോഴും ഈ നോർത്ത് ഇന്ത്യ ഇടയ്ക്ക് വെച്ച് കളിയാക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു, 100% ലിറ്ററസി സാർ, കേരള സാർ. അതെ, കേരള സാർ. അപ്പോൾ അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിലും കൃത്യമായിട്ടും ഈ ലിറ്ററസി, എനിക്കൊന്ന് കേരളത്തിൻ്റെ പൊതുവെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ രാഷ്ട്രീയ സാക്ഷരത വളരെ കുറവ് കേരളത്തിലാണ് എന്ന് പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും കൂടുതലും രാഷ്ട്രീയ സാക്ഷരതയുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ആരെ അധികാരത്തിൽ എത്തിക്കണം, ആരെ അധികാരത്തിൽ എത്തിക്കണ്ട എന്നുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവരാണ് ജനവിധി എഴുതുന്നത്. നല്ല ഭരണം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അധികാരത്തിൽ വരാൻ കഴിയും. കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാകും എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഈ രാഷ്ട്രീയ പഠനം ഒന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾക്ക് തീവ്രമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. തീവ്ര രാഷ്ട്രീയം അത് ഒരു പരിധി വരെ നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തെ നശിപ്പിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോഴും UDFിൻ്റെ പ്രതീക്ഷകൾ അവിടേക്കാണ് നമ്മൾ വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ, കൊല്ലം, കണ്ണൂരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ട എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം കൊല്ലം. എനിക്ക് തോന്നുന്നു കണ്ണൂരിനേക്കാൾ വലിയൊരു പാർട്ടി കോട്ടയാണ് കൊല്ലം എന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും, അതായത് 2021 തെരഞ്ഞെടുപ്പിൽ പോലും 2 സീറ്റുകൾ മാത്രമാണ് കൊല്ലത്ത് നിന്നും കൊടുത്തത്. അപ്പോൾ അതിന് മുന്നിലത്തെ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ 1 സീറ്റ് മാത്രമാണ്. അപ്പോൾ കൊല്ലം വളരെ വ്യത്യസ്തമായിട്ടൊരു ജില്ലയാണ്. ഈ കൊല്ലം ജില്ലയിൽ വരെ അട്ടിമറി വിജയമാണ് UDF പ്രതീക്ഷിക്കുന്നത്. LDF അവർ പ്രതീക്ഷിക്കുന്നത് 6 തൊട്ട് 9 സീറ്റുകളാണ്. 6 സീറ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ 5 സീറ്റുകൾ UDF പിടിച്ചെടുക്കുമെന്നാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. കൊല്ലത്ത് 6 സീറ്റുകൾ മാത്രമേ LDF പ്രവചിക്കുന്നുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു UDF തരംഗമാണ് വരുന്നത്. അപ്പൊ ആ ഒരു 5 മിച്ചമുള്ള 5 സീറ്റിൽ LDFന് ഒരു പ്രതീക്ഷയില്ല എന്നുള്ളതല്ലേ? 6 തൊട്ട് 9 സീറ്റുകൾ, 9 സീറ്റാണെങ്കിൽ പോലും പിന്നെയും ഉണ്ട് 2 സീറ്റുകൾ. അപ്പോൾ 2 സീറ്റുകൾ എന്താണെങ്കിലും കൊല്ലത്ത് കിട്ടുമെന്ന് LDF ഉറച്ച് വിശ്വസിക്കുന്നു. UDFന് കിട്ടുമെന്ന് LDF തന്നെ കരുതുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 6 സീറ്റുകൾ കരുതുമ്പോൾ ഈ വലിയൊരു ഒഴുക്കാണ് വരുന്നതെങ്കിൽ, വലിയൊരു തിരമാലയാണ് വരുന്നതെങ്കിൽ, വലിയൊരു കൊടുങ്കാറ്റാണ് വീശുന്നതെങ്കിൽ UDF 80, 90, 100 സീറ്റുകളിലേക്ക് എത്തുമെന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ LDFിൻ്റെ UDFിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ കേരളത്തിലൊരു 10 സീറ്റ് ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ കാര്യം തീരുമാനിക്കും എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടി നമുക്കിടയിലുണ്ട്. ആ ദേശീയ പാർട്ടി തന്നെ അവരുടെ കോർ കമ്മിറ്റി വിളിച്ചിട്ട് അവർ പറഞ്ഞതാണ്, ഞങ്ങൾ സംപൂജ്യരായിട്ട് പോകാൻ പോവുകയാണ്. പക്ഷേ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനുള്ള ഒരു എന്താ പറയുക തിരിച്ചറിവ് മറ്റു അണികൾക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. രാജീവ് ചന്ദ്രശേഖരന് വന്ന തിരിച്ചറിവല്ല, അത് പാർട്ടിക്കുള്ള മൊത്തത്തിലുള്ള, പാർട്ടിയിൽ ബുദ്ധിജീവികൾ വേറെ ഉണ്ടല്ലോ, അവർ കണ്ടെത്തിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് 1-2 സീറ്റുകൾ പ്രതീക്ഷയുണ്ട്, അട്ടിമറി വിജയം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ സംപൂജ്യരായിട്ട് മടങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ UDFിനെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം തന്നെ എടുത്തു നോക്കും. വിപ്ലവ ഭൂമിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? പാർട്ടിയുടെ ഏറ്റവും വലിയ രക്തസാക്ഷി കുടുംബത്തിൽ നിന്നും ഒരാൾ ഇന്ന് UDFിനോടൊപ്പം ചേർന്ന് നിന്നാണ് മത്സരിച്ചത്, G. സുധാകരൻ. അതിനുശേഷം അദ്ദേഹത്തിന് ഒരുപാട് ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ G. സുധാകരൻ വിജയിക്കുമെന്ന് തന്നെയാണ് LDFിൻ്റെയും കണക്കുകൂട്ടൽ, UDFിൻ്റെയും കണക്കുകൂട്ടൽ. അത് ഈ G. സുധാകരൻ എന്നൊരു ഫാക്ടർ കേരളത്തെ മുഴുവൻ ബാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. G. സുധാകരൻ മാത്രമല്ലോ, ഇപ്പോൾ കണ്ണൂരിലാണെങ്കിൽ TK ഗോവിന്ദനെ ഈ 3 സ്ഥാനാർത്ഥികൾ, 3 കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി, 3 സ്ഥാനാർത്ഥികൾ കേരളത്തെ മുഴുവൻ
കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയത്തെയും നിയന്ത്രിച്ചിട്ടുണ്ട്. അവരുടെ ചിന്താശേഷിയിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള അവരുടെ ചിന്തയിൽ അതിന് വലിയൊരു മാറ്റം വരുത്താൻ 3 സ്ഥാനാർത്ഥികൾ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികൾ നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പയ്യന്നൂര് കൃഷ്ണൻകുട്ടി സഖാവാണ്. അദ്ദേഹമാണ് ആദ്യമേ വലിയൊരു വിവാദവുമായിട്ട് വരുന്നത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. അതിനുശേഷം അദ്ദേഹത്തിനോടൊപ്പം 1000 പേർ ചേരുന്നത് നമ്മൾ കണ്ടതാണ്. അത് ചേർന്നതാരും മറ്റുള്ള പാർട്ടിയിൽ നിന്നുള്ള ആളുകളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകളാണ്. അത് വലിയൊരു തരംഗമായിരുന്നു, വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. അതിനുശേഷം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാപ്സ്യൂളുകൾ CPM ഇറക്കേണ്ടി വന്നു. ഇപ്പോഴും കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ CPM കഴിഞ്ഞിട്ടില്ല. ആകെ പറയുന്നത് പുകഞ്ഞ കൊള്ളി പുറത്ത്. അതെ, CPM എങ്ങനെയെങ്കിലും ആ പുസ്തകം അടയ്ക്കാനാണ് നോക്കിയത്. അത് അവർ അടച്ചു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റി പാർട്ടി വിട്ടു പോയപ്പോൾ അവിടേക്ക് വന്നൊരു ജനസാഗരമുണ്ട് കൊട്ടാരക്കരയിലേക്ക് വന്നത്. കേരളത്തെ മുഴുവൻ അത് ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഐഷ പോറ്റി എന്ന് പറയുന്ന നേതാവ് എങ്ങനെയാണ് കോൺഗ്രസിനോടൊപ്പം വരുന്നത്? ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന അതികായനായിട്ടുള്ളൊരു നേതാവിനെ അടിച്ച് വീഴ്ത്തിയാണ് ഐഷ പോറ്റി കടന്നു വരുന്നത്. പിന്നീട് 40,000 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് ഐഷ പോറ്റി വിജയിച്ച് കയറി വരുന്നത്. ആ ഐഷ പോറ്റിയെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞൊരു പാർട്ടി, ആ ഐഷ പോറ്റി ഒരു പാർട്ടി പരിപാടിയിലേക്ക് പോലും വിളിപ്പിക്കാത്ത, പരിപാടി നടന്നു കഴിഞ്ഞാൽ അവർക്കൊരു സ്പേസ് കൊടുക്കാത്ത, മുൻ MLA ആണ് അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രതിനിധിയാണ് എന്നുള്ളൊരു പിന്തുണ പോലും അല്ലെങ്കിൽ ഒരു പരിഗണന പോലും കൊടുക്കാത്ത പാർട്ടി അല്ല. ഇപ്പോ ഒരു ഉദ്ഘാടനത്തിന് ആ നോട്ടീസിന്റെ ഒരു ക്ഷണിതാക്കളുടെ ഒരു പേര് പോലും ഐഷ പോറ്റിയുടെ പേര് നിർദ്ദേശിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു. അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇപ്പോ ഐഷ പോറ്റി അവർക്കൊരു ഉദാഹരണം മാത്രമാണ്, മുകൾ തട്ടിൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം മാത്രമാണ്. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന താഴെ തട്ടിൽ കിടക്കുന്ന എത്രയേറെ മനുഷ്യരുണ്ടെന്നറിയാമോ? പാർട്ടി സഖാക്കളായിട്ടുള്ള ആളുകൾ. അതായത് ഇത്രയും വർഷം, ഒരു 10-70 വയസ്സ് വരെ പാർട്ടിക്ക് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ പോസ്റ്റർ ഒട്ടിച്ചും പിരിവ് നടത്തിയും പാർട്ടി പറയുന്ന എന്ത് കൊള്ളരായ്മയ്ക്കും കൂട്ടുനിന്ന് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച മനുഷ്യരെ ഇന്ന് കറിവേപ്പില പോലെ എടുത്തു കളയുന്ന ഒരു പാർട്ടി സംവിധാനമുണ്ട്. ആ പാർട്ടി സംവിധാനം കണ്ടു വളർന്നു വരുന്ന ആ കുടുംബം മാറി ചിന്തിക്കും, ആ കുടുംബങ്ങൾ മാറി ചിന്തിക്കും. ഇതേ ഫാക്ടർ തന്നെയാണ്, ഐഷ പോറ്റി ഫാക്ടർ തന്നെയാണ് ജി സുധാകരനിലേക്ക് വരുമ്പോഴും അവിടെയും സംഭവിച്ചത് ഇത് തന്നെ. രണ്ട് വ്യത്യസ്ത. ഇപ്പോൾ ഐഷ പോറ്റി എന്ന് പറയുന്നത് കൊട്ടാരക്കരയിലാണെങ്കിൽ ജി സുധാകരൻ എന്ന് പറയുന്നത് ആലപ്പുഴയിലാണ്. 2 ജില്ലകളാണ്. പക്ഷേ ഒരേ പ്രസ്ഥാനത്തെ സ്നേഹിച്ചവർ, ഒരേ പ്രസ്ഥാനത്ത് നിന്നവർ, അനുഭവങ്ങളെല്ലാം ഒന്ന് തന്നെയായിരുന്നു. ജി സുധാകരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രക്തസാക്ഷി കുടുംബത്തിൽ നിന്നും വന്നൊരാൾ. ആ രക്തസാക്ഷിയെ മുൻനിർത്തിയാണ് അദ്ദേഹം CPM-നെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. ഇവരെല്ലാം ഫൈറ്റ് ചെയ്യുന്നത് CPM-നെതിരെയാണ്. CPM ഇപ്പോൾ നയിച്ചുകൊണ്ടു പോകുന്ന ഈ പാർട്ടി സംവിധാനങ്ങൾക്കെതിരെയാണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തത്തിലായിട്ടല്ല. ഇന്ന് ഈ പാർട്ടിയെ ഭരിച്ചു കൊണ്ടുപോകുന്ന, ഈ സിസ്റ്റത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ചില ആളുകൾക്കെതിരെ, ആ ആളുകൾക്കെതിരെ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകളാണ് ഇവരെല്ലാം. ആ പുറത്താക്കൽ പിന്നീട് അവർക്കൊരു നിലനിൽപ്പ് വേണം, ചോദ്യം ചെയ്യാൻ. ഈ പാർട്ടിയെ ചോദ്യം ചെയ്ത് ഈ അണികൾക്ക്, ഇപ്പോൾ അണികൾ എന്ന് പറയുന്നത് അടിമകളൊന്നും അല്ലല്ലോ, എല്ലാ കാലത്തും പാർട്ടി പറയുന്നത് മാത്രം കേൾക്കാൻ, പാർട്ടി പറയുന്നത് എന്തും, അവനെ പോയി കൊന്നിട്ട് വാടാ എന്ന് പറയുമ്പോൾ കൊന്നിട്ട് വരാൻ അടിമകളൊന്നും അല്ലല്ലോ. പാർട്ടി സ്നേഹമുണ്ടാകും, വികാരമുണ്ടാകും. എല്ലാവരും വികാരജീവികൾ തന്നെയാണ്. ഓരോ ആളുകൾക്കും ഉണ്ടാകുന്ന വികാരങ്ങളുടെ വേലിയേറ്റവും വേലിയിറക്കവുമാണ് ഓരോ സംഘർഷങ്ങളും രൂപപ്പെടുത്തുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു മരത്തിന്റെ പ്രശ്നം, ഒരു വീട്ടിൽ തീരേണ്ട പ്രശ്നം, ഒരു കുടുംബത്തിൽ തീരേണ്ട പ്രശ്നം. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു സംഘർഷമായി പിന്നീട് കേരള പോലീസും BJP-യും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം. ഇതാണിപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ കാറ്റ് വീശുകയാണെങ്കിൽ ആലപ്പുഴ, കൊല്ലം, ഈ ഐഷ പോറ്റി ഫാക്ടർ ഉണ്ടായതുകൊണ്ട് കൊല്ലം ജില്ലയിൽ മുഴുവൻ അത് ബാധിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ ജി സുധാകരൻ ഫാക്ടർ ആലപ്പുഴ മുഴുവൻ, കുഞ്ഞികൃഷ്ണൻ, ആ കുഞ്ഞികൃഷ്ണൻ എഫക്റ്റാണ് പിന്നീട് TK ഗോവിന്ദനിലേക്ക് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് മലബാർ മേഖലയെ മുഴുവൻ, കണ്ണൂർ എന്ന് പറയുന്നത് പാർട്ടി കോട്ടയാണെങ്കിൽ പാർട്ടി കോട്ടയിലും വിള്ളൽ വീഴും. അതിനപ്പുറത്തേക്ക് മലബാർ മേഖലയിൽ ഇത് വലിയൊരു പ്രതിസന്ധി CPM സൃഷ്ടിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ വെല്ലുവിളികൾ, ഇവരുയർത്തിയിട്ടുള്ള വെല്ലുവിളികൾ, ഇപ്പോൾ TK ഗോവിന്ദനാണെങ്കിലും കുഞ്ഞികൃഷ്ണനാണെങ്കിലും, ഇപ്പോൾ പാലക്കാട്ടേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെയുണ്ട്, ഒറ്റപ്പാലത്ത് PK ശശി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര വിമതരാണ് എന്ന് ആലോചിക്കണം. ഇവരെല്ലാം ഈ പാർട്ടിയെ വലിയൊരു
അത് UDF വലിയൊരു കാറ്റുണ്ടാക്കാൻ, ഒരു UDF തരംഗം ഉണ്ടായിരുന്നെങ്കിൽ ആ തരംഗത്തെ ഒരു കൊടുങ്കാറ്റാക്കി മാറ്റാൻ ഇവരെല്ലാം വലിയ രീതിയിൽ ഭാഗപാത്രമായിട്ടുണ്ട്. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വരുമ്പോൾ കാണാൻ പോകുന്നത് ഈ ഒരു ഫാക്ടർ ആയിരിക്കും, ഈ ഒരു തരംഗമായിരിക്കും.